8 വർഷങ്ങൾക്ക് ശേഷം ചങ്ക് ഫ്രണ്ടിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ എന്താവും? മധു ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കും, ഫോണിൽ വിളിക്കും. എന്നിട്ടും ഞാൻ അവനോട് പറഞ്ഞത് ഇത്രമാത്രം: എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് എയർപോർട്ടിൽ വരുന്നുണ്ട്, നീ തന്നെ പോയി പിക്ക് ചെയ്യണം. ഓക്കേടാ, നീ ടൈം അയച്ചേക്ക്, ഞാൻ അവിടെ ഉണ്ടാവും. ഇതായിരുന്നു അവൻ്റെ മറുപടി. ഞാൻ നാട്ടിലുണ്ടായിരുന്ന ആ 30 ദിവസം അവൻ അവൻ്റെ എല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചങ്ക് പറിച്ചു തന്ന് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തോളൂ ഈ ഒരു വീഡിയോ. കാരണം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവരോടെന്ന് അവരും മനസ്സിലാക്കട്ടെ. അവൻ എന്നോട് എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, അത് ഏകദേശം ഇങ്ങനെയിരിക്കും: എടാ, നീ എന്നെ കണ്ടുപഠിക്കും. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി, അത്രയുള്ളൂ. ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും, ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സന്തോഷിക്കാവുന്ന സമയത്ത് മനസ്സ് തുറന്നങ്ങോട്ട് സന്തോഷിക്കുക, ബാക്കിയൊക്കെ വരനോട് വെച്ച് കാണാടോ. അതുകൊണ്ട് നാളെ എന്താവും എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കാതെ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം.